പ്രിയപ്പെട്ട നിയോജക മണ്ഡലം VM ഉമ്മർ മാസ്റ്റർക്ക് ഹാരമണിയിക്കുന്നു. കോയ മുഹാജി കെ, MN മുഹമ്മദ്, KT ആലി ഹാജി. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ട്രഷറർ കാരാട്ട് റസാഖ് സാഹിബിന് ഹാരമണിയിക്കുന്നു. ഈശി ഷമീർ, ദമാം KMCC, KT ഉമ്മർ ഹാജി. ഇബ്രാഹിം എളേറ്റിൽ സാഹിബിന് ഹാരമണിയിക്കുന്നു. അഹമ്മദ് കുഞ്ഞി ഹാജി, നജീബ് PP. ആർത്തിരമ്പുന്ന തിരമാലകളെയും അലറിയടിക്കുന്ന ഇടിമുഴക്കങ്ങളെയും ആഞ്ഞു വീശുന്ന കൊടും കാറ്റുകളെയും തന്റെ വിരൽ തുമ്പുകൊണ്ട് ഒതുക്കി നിർത്തി ചരിത്രത്തിന്റെ നാൽക്കവലകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു മുന്നേറുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ശംഖശക്തി അജയ്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നെല്ലാങ്കണ്ടി ടൗൺ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഐതിഹാസികമായ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു CH മുഹമ്മദ് കോയ സാഹിബിന്റെ പൊന്നോമന പുത്രൻ, കേരളത്തിന്റെ പ്രഗത്ഭനായ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബ്. പ്രിയം നിറഞ്ഞ അധ്യക്ഷൻ TPA നാസിർ സാഹിബ്, പ്രിയമുള്ള ഷരീഫ്, ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, പ്രിയപ്പെട്ട VM ഉമ്മർ മാസ്റ്റർ, കാരാട്ട് അബ്ദുൽ റസാഖ് സാഹിബ്, എളേറ്റിൽ ഇബ്രാഹിം സാഹിബ്, അബ്ദു ഹാജി, AP മജീദ് മാസ്റ്റർ, അഹമ്മദ് ഹാജി, MA ഗഫൂർ, MKV മുഹമ്മദ്, യൂസുഫ് പടനിലം, മൊയ്തീൻ കോയ സാഹിബ്, CK നാസിം, നസീഫ് PP, മുനീർ PP, സാലി തടത്തിൽ, PT റഷീദ്, EC ഷമീർ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ, നെല്ലാങ്കണ്ടിയിലെ മുസ്ലിം ലീഗിന്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങൾ ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നെല്ലാങ്കണ്ടിയിൽ ഒരുമിച്ചിരിക്കുന്നത്. ഒട്ടും വ്യത്യസ്തമല്ല ഇവിടെയും തടിച്ചുകൂടിയിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഈ ജനസഞ്ചയം. മുസ്ലിം ലീഗ് എന്നും വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ എതിർപ്പുകളിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. എത്രമാത്രം മുസ്ലിം ലീഗിനെതിരെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എതിരാളികൾ എയ്തുവിടുന്നുവോ അത്രയും മുസ്ലിം ലീഗ് ശക്തി പ്രാപിക്കും. മോയിൻകുട്ടി സാഹിബ്, നെല്ലാങ്കണ്ടി ടൗൺ മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി സി മോയിൻകുട്ടി സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും കുതിര കയറിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ വാർത്താ മാധ്യമങ്ങളിലായാലും രാഷ്ട്രീയ പൊതുയോഗങ്ങളിലായാലും മുസ്ലിം ലീഗിൽ ആണ് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇവിടെയുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇവിടെയുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, അങ്ങനെ ധാരാളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആരംഭിക്കുന്നത് മുസ്ലിം ലീഗ്. പൊന്നാനി അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പ് പൊന്നാനി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് എല്ലാ പ്രചരണവും നടന്നത്. അന്ന് 20 ലോകസഭാ സീറ്റുകളിൽ നമ്മൾ മത്സരിച്ചു. 20 ലോകസഭാ സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് ചർച്ചാ വിഷയമായിരുന്നുവോ? മാർക്സിസ്റ്റ് പാർട്ടി പോലും അവരുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് മെഷീനറിയും പൊന്നാനിയിലേക്ക് മാറ്റി കേന്ദ്രീകരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 20ൽ 19 നഷ്ടപ്പെട്ടപ്പോഴും ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചു നിന്ന ഏക മണ്ഡലമാണ് പൊന്നാനി. അതാണ് നമ്മൾ കാണേണ്ടത്. പ്രതികൂലമായ കൊടുങ്കാറ്റടിച്ചു വീശിയപ്പോഴും പൊന്നാനി നമ്മൾ പിടിച്ചെടുത്തു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ പ്രചരണങ്ങളും പൊന്നാനി മുസ്ലിം ലീഗിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നായിരുന്നു. എന്ത് യുക്തി വെച്ചാണ് അങ്ങനെ ഒരു പ്രചരണം വാർത്താമാധ്യമങ്ങൾ അടക്കം നടത്തിയത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. അവിടെ സ്ഥാനാർത്ഥി നിർണയം പ്രശ്നമാണ്. CPIക്കുള്ള ആ നിയോജക മണ്ഡലം ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. അതിൽ PDPയെ കൂടെ പിടിക്കുന്നു. രാജ്യത്തുള്ള മുസ്ലിം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖം പാമ്പ് വരെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അങ്ങനെ എല്ലാവർക്കും സുപരിചിതനും എല്ലാവർക്കും അങ്ങേയറ്റം പ്രാപ്തനും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ നേരിടാൻ ഹുസൈൻ രണ്ടത്താണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് മുഴുവൻ കേന്ദ്രീകരിച്ച് അവിടുത്തെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ത്യയിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയോജക മണ്ഡലമായി പൊന്നാനി മാറി. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ എല്ലാവരും ഒരു ശക്തനായ ശത്രുവായി പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ആണെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു പ്രധാനമായ ശക്തിയായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമ്മളതിനെ കാണും. ഇതങ്ങനെയൊന്നും നേരിട്ട മതിയാവുന്ന പ്രസ്ഥാനമല്ല. എല്ലാവരും കൂടി കൂടിയിട്ട് എതിർത്താലേ ശരിയാവൂ. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് പല നാടകങ്ങളും നടത്തി നോക്കി. അവസാനം എന്ത് സംഭവിച്ചു? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറയുന്ന മാതിരി ഒരിക്കലും എണീക്കാൻ പറ്റാത്ത രീതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്